എന്നിട്ട് പോലും ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് മക്കം ഫത്തഹിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുപോവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉപ്പാക്ക് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. വളരെ മനോഹരമായൊരു രംഗം ചരിത്രത്തിൽ കാണാം. ഈ ഉമ്മു ജമീൽ വാവിട്ട് കരഞ്ഞു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ അവസ്ഥ കണ്ടിട്ട് അവരനുഭവിച്ച പീഡനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ താഴേക്കിടയിൽ വരുന്ന സ്വഹാബത്ത് എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലെ പ്രമാണി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അതെ, പ്രമാണി മീൻസ് സമ്പന്നനാണ്, അതെ, കച്ചവടക്കാരനാണ്, അതെ, ആളുകളാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതെ, പലപ്പോഴും പല കാര്യങ്ങളിലും ഇടപെട്ട് ഒരു കുറേശികൾക്കിടയിലൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. അത് അദ്ദേഹം തന്നെ ഇത്രയേറെ പ്രയാസങ്ങൾക്ക് വിധേയനായി എന്നുള്ളത് ഏറെ ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത്. അദ്ദേഹം മുസ്ലിമായ വാർത്ത കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം അദ്ദേഹം അത്ര വലിയ ഒരു കബീലയിൽപ്പെട്ട ഒരു ആളൊന്നുമല്ലെങ്കിലും അദ്ദേഹത്തെ പോലും എന്ത് ചെയ്തില്ല, മക്കയിലെ മുശ്രിക്കുകൾ വെറുതെ വിട്ടില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമാശ്ലേഷണം പോലും മക്കയിലെ മുശ്രിക്കുകൾ അരിശം കൊള്ളിച്ചു എന്നുള്ളതാണ്. അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുസ്ലിമായി പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മനോഹരമായി ഇസ്ലാമിന്റെ ആ ഒരു ആശയ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയും, ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ച മാത്രയിൽ എന്ത് ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കയ്യേറ്റം ചെയ്തു എന്ന് മാത്രമല്ല, അതിശക്തമായ അടിയാണ് ആർക്ക് കിട്ടിയത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കിട്ടിയത്. ചരിത്രത്തിലെ പരാമർശത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉത്ബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ നാട്ടിൽ ബൂട്ട് നമ്മുടെ മക്കൾ ധരിക്കാറുണ്ട്, അദ്ദേഹത്തിന് ഇരുമ്പിൻ്റെ ഒരു ബൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അടിച്ചത്. അങ്ങനെ അടിച്ച് അദ്ദേഹത്തിന്, നമുക്കറിയാലോ, ആർക്കും ഒന്നും തടയാൻ പോലും അന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, 50ഓളം വരുന്ന മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുണ്ട്, ആർക്കും തടയാൻ കഴിയുന്നില്ല. അങ്ങനെ മാരകമായ മുറിവേറ്റുകൊണ്ട് അദ്ദേഹം ബോധരഹിതനായി താഴെ വീഴാണ്. ഈ വിവരമറിഞ്ഞ അദ്ദേഹത്തിന്റെ ഗോത്രക്കാര് ഓടി വരികയാണ്. അന്ന് എല്ലാം ഗോത്രാണല്ലോ, അന്ന് ഇസ്ലാമും ഷിർക്കും ഇതൊന്നും അല്ല പ്രശ്നം, അന്ന് അവർക്ക് അവരുടെ കബീലയാണ് പ്രശ്നം. അവർ ഓടി വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വാരിയെടുത്ത് കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകുന്ന വേളയിൽ പോലും അവരൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. അബൂബക്കറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തെ മാരകമായി മുറിവേൽപ്പിച്ച ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല, അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലാക്കി. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബൂ ഖുഹാഫയുണ്ട്, ഉമ്മ ഉമ്മുൽ ഖൈർ. ബോധം വരുന്നത് നോക്കിയിട്ട് ഉപ്പയും ഉമ്മയും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധം വന്ന മാത്രയിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താ അറിയോ, അദ്ദേഹത്തിന് ഓർമ്മ വന്നത് താൻ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇസ്ലാം പ്രഖ്യാപിച്ചതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വന്നത്. അപ്പോഴാണല്ലോ ശക്തമായ അടി കിട്ടിയത്, എന്നിട്ട് താഴെ വീഴുന്നതും അതെ, ബോധരഹിതനായി താഴെ വീഴുന്നതും. അപ്പോൾ മനസ്സിലേക്ക് ഓടി വരികയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പം അദ്ദേഹം ബോധം വന്ന ഉടനെ തൊട്ടടുത്തിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ? ഉടനെ ആ സമയത്ത് മുസ്ലിം ആയിട്ടില്ല അബൂ ഖുഹാഫ. അദ്ദേഹം മക്കം ഫത്തഹിന്റെ സമയത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ ഒരു വേളയിൽ പോലും ആ ആൾക്ക് വേണ്ടിയാണ് അടികൊണ്ടത്. എന്നിട്ട് പോലും ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യം കൊണ്ട് എഴുന്നേറ്റ് പോയി. ഉമ്മ തൊട്ടടുത്തിരുന്നിട്ട് പറഞ്ഞു, ഉപ്പ തെറ്റിപ്പോയല്ലോ, പിണങ്ങിപ്പോയല്ലോ. അപ്പോൾ മകനോട് പറയും, നീ വേറെ ആരെ കാര്യം നോക്കണ്ട, നീ എന്തെങ്കിലും എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമെന്ന് പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണത്, ഉമ്മ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം അറിയാതെ ഞാൻ ഒരു അന്നപാനീയം ഞാൻ തൊടില്ല എന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുകയാണ്. ഒരു ഉമ്മ മനസ്സല്ലേ, എന്തൊക്കെയാണെങ്കിലും ആ ഉമ്മയുടെ മനസ്സ് മക്കളുടെ കൂടെയാണ് ഉണ്ടാവുക. ഉമ്മുൽ ഖൈർ പറയാണ്, എനിക്ക് എങ്ങനെ അറിയാനാണ് പൊന്നുമോനെ, നീ എന്താ ഈ പറയുന്നത്? എനിക്ക് മുഹമ്മദിന്റെ കാര്യം എങ്ങനെ അറിയാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുണ്ട് ഉമ്മു ജമീൽ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അവരോട് നിങ്ങൾ പോയി
അന്വേഷിച്ചാൽ എന്ത് ചെയ്യും? വിവരം കിട്ടും. അങ്ങനെ ഉമ്മയെ പറഞ്ഞേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പയും അതേപോലെ തന്നെ ഉമ്മയും ഒക്കെ ഇസ്ലാം ആശ്ലേഷിക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ മക്കം ഫത്തഹിന് ശേഷം പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ പുറത്തു വന്നൊരു സംഗതിയുണ്ട്. ഇപ്പം എൻ്റെ ഉപ്പ മുസ്ലിം ആയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാപ്പ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും മുസ്ലിമാകണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഓർമ്മ വരികയാണ്, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മക്കം ഫത്തഹിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ അബൂ ഖുഹാഫയുടെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മക്കം ഫത്തഹിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കൊണ്ടുപോവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ ഉപ്പാക്ക് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വാപ്പൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി വാപ്പാക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നത് നിറകണ്ണുകളോടെ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം കരയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഘട്ടമല്ലേ, നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സംഗതി അത് പൂവണിയല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രത്തിൽ തങ്കലിപികളാൽ ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ആലോചിച്ചത് എൻ്റെ ഉപ്പ, ഈ വയോവൃദ്ധനായ എൻ്റെ പിതാവ് ഇപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയതുപോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മൂത്താപ്പയായ പിതൃവ്യനായ അബൂ താലിബും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് ചെല്ലാതെയാണല്ലോ അദ്ദേഹം പോയത് എന്നുള്ളൊരു വിഷമാണ് അദ്ദേഹം എപ്പോഴും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഉമ്മു ജമീലിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അപ്പം ചെന്നിട്ട് പറയണത്, എന്താ മുഹമ്മദിൻ്റെ കാര്യം? ഉമ്മു ജമീൽ എന്ന് പറയുമ്പോൾ ഉമർലാൻ്റെ പെങ്ങളാണ്, സഹോദരിയാണ്. അപ്പം ചെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ ആവിർഭാവമല്ലേ, ഏത് കണ്ണുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഏത് നാവുകളും വിശ്വാസികൾ ഒരു കരുതലോടുകൂടിയാണ്. കാരണം ഇവർ എന്തർത്ഥത്തിലാണ് ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു പിടുത്തം കൊടുത്തില്ല ഉമ്മു ജമീൽ. അവർ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാനാണ്, എനിക്കറിയില്ലല്ലോ, എനിക്കെങ്ങനെ അറിയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മോനോട് പറയാം. ഉമ്മക്ക് എന്താണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമില്ല, എൻ്റെ മോന് കഞ്ഞിവെള്ളം കുടിക്കുമല്ലോ. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്, രണ്ടുപേരും കൂടി സന്തോഷത്തിൽ പോവാണ്. അങ്ങനെ അവിടെ വളരെ മനോഹരമായൊരു രംഗം ചരിത്രത്തിൽ കാണാം. ഈ ഉമ്മു ജമീൽ വാവിട്ട് കരഞ്ഞു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഭാഗം പറയുമ്പോൾ അവർ പറയാണ്, അത്രമേൽ മർദ്ദനത്തിന് ഇരയായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. ഒരു ആവതില്ലാത്തൊരു കിടത്താണ് കിടക്കുന്നത്. അപ്പോൾ സമാധാനിപ്പിച്ചു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സമാധാനിപ്പിച്ചു. അതൊന്നും ഇവിടെ പ്രശ്നമല്ല, എനിക്ക് മർദ്ദനമേറ്റതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ ഉണ്ട് എന്നാണ്. അങ്ങനെ ഇവർ പറയണെന്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ എന്നാ ഭക്ഷണം കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് പ്രവാചകനെ കാണണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ആ മഹബത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു ആഴം ആലോചിച്ച് നോക്കൂ. മാരകമായ മുറിവുകളെ പറ്റിയോ, അതെ, തൻ്റെ ആ ഒരു പ്രയാസത്തെ പറ്റിയോ ചിന്തിക്കുന്നതിനപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നതുള്ള ആ ഒരു ടെൻഷനും ആശങ്കയുമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും, ഈ രണ്ടുപേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ടാണ് ദാറുൽ അർക്കമിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് പ്രതീക്ഷിച്ച മട്ടിലാണ്. ദൂരെ നിന്ന് കണ്ടപ്പോൾ പ്രവാചകൻ ഓടി വന്നു, കരഞ്ഞുകൊണ്ട് ഓടി വന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുക മാത്രമല്ല, രണ്ടാളും കരഞ്ഞു. അപ്പോൾ ചുറ്റുമുള്ള ആളുകളും കരഞ്ഞു. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതിൻ്റെ ഉമ്മയാണ്, നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ദുആ ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഉമ്മാക്ക് അത്ഭുതമാണ്, എന്ത്, ഇവർ തമ്മിലുള്ള മഹബത്ത് കണ്ടിട്ട്, ഇഷ്ടം കണ്ടിട്ട്. അപ്പം ആ ഉമ്മ അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കഥ പറയാറുണ്ട്, സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കഥ പറയാറുണ്ട്, ഖബ്ബാബും ആമിറും അമ്മാറും യാസിറും റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സഹാബി, അവരുടെ ഏറ്റവും വലിയ മുത്തുമണികളാണ് ഇവർ, ഈ രണ്ടുപേരും. ഇവരനുഭവിച്ച പ്രയാസം ഇത്രമേൽ ഭാരിച്ചതാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയാസം അവരനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു മഹത്തായ ഒരു ആദർശ കൂട്ടായ്മ, ഈ ഒരു ദീനിന്റെ വെളിച്ചം, അതിൽ തന്നെ തുടർന്നു പോകാൻ, അതിനുവേണ്ടി വിയർപ്പൊഴുക്കാൻ
സമ്പത്തൊഴുക്കാൻ, അതേപോലെ തന്നെ സമയം ചെലവഴിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥന ഈ ഒരു അവസരത്തിൽ നടത്താൻ ആഗ്രഹിക്കുകയാണ്.